സാധാരണ മോഷണം പിടിച്ചുപോയി നടന്ന 3 അംഗ കൊലപാതകങ്ങൾ പോലീസിന്റെ സ്പെഷ്യൽ സ്ക്വാഡ് അറസ്റ്റ് ചെയ്തു. മാറുമാറുന്ന സർക്കാരുള്ള ചതിയാണ് അവരെ അതിൽ പ്രേരിപ്പിച്ചെന്ന് സംഘം പോലീസ് വിളിച്ചു. ജയിലിൽ 650 രൂപ കൂലിയോ? കൊള്ളാലോ. കോപ്പ് കാറ്റ് കാരണം ഇത് കത്തണമില്ല. 650 ഇൻറ്റു 30 സമം 19,500. 19,500 ഇൻറ്റു 12 സമം 2,34,000. അയ്യോ എൻ്റെ അമ്മ. അപ്പം നമ്മുടെ തൊഴിലിനൊക്കെ മെച്ചം ഇത് തന്നെയാണ്. ഇവന്മാരെ ഒട്ട് കാണുന്നില്ല. അവന്മാർ വന്നുണ്ടല്ലോ. കുക്കു 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 കുക്കു. ഇന്ന് ഇതേ കിട്ടിയാലോ? എൻ്റെ ആശാനെ ഇതെങ്കിലും ഒപ്പിച്ച പാടെ എനിക്കറിയാം. ആശാൻ ഈ കസേരയിട്ട് ഇവിടെ ഇരുന്നാൽ പോരെ. അവന്മാരെന്തിയാ? എനിക്കറിയില്ല. ഇത് വന്നടന്ന് തോന്നണം. എന്നെ ആശാനെ ഇത് ഇവിടെ ആശാനെ ഈ പരിപാടി എന്നും നീക്കും. നിന്റെ സ്ഥിരം പരിപാടി ഇതാണെന്ന് എനിക്കറിയാൻ മേലെ. ഞാനിത് എത്ര കണ്ടോ? ഞാൻ വരുമ്പോഴാണ് ഈ ആശാനെ തപ്പി നോട്ടം. അവര് വരുമ്പോൾ ഇതില്ലല്ലോ. അതിനാ അതെ വന്നട ആശാനെ. എൻ്റെ പൊന്നോ മാടുത്തു. എൻ്റെ പൊന്നെ എന്നടാ ഇന്നൊന്നും കിട്ടിയില്ലേ? മഴക്കാലല്ല ആശാനെ, ഒരു പുത്തൻ കൂടെ കിട്ടി. വലിയ കാര്യമായി. നിന്റെ ഒരു കുട ഞാനൊന്ന് നോക്കട്ടെ. ആ ഞുണ്ടി എവിടെ പോയി കിടക്കൂടാ? ഞാനെങ്ങ് കണ്ടില്ല. നിന്നോട് കടുന്നല്ലേ പറഞ്ഞത്? ഞാൻ കണ്ടില്ല ആശാനെ. ആ ആശാന ശിഷ്യന്മാരൊക്കെ ഉണ്ടല്ലോ. എൻ്റെ പൊന്നാശാന, എനിക്ക് മടുപ്പായി പണി. ഞാൻ ആ പള്ളിയുടെ മുമ്പിൽ പോയി ഈ ചട്ടനായി അഭിനയിച്ച് അവസാനം കാലിൽ ചട്ടം പിടിച്ചു. ആ ചേച്ചിമാർ ചോദിക്കുക, നല്ല ഗ്ലാമറല്ലേ, വല്ല സിനിമയിൽ അഭിനയിക്കാൻ പോകലാന്ന്. വേറെ വല്ലതും വേണോ? ഇന്ന് നല്ലൊരു പെട കിട്ടി. പെടലിക്കിട്ട് 5-6 എണ്ണ കിട്ടിയേ. ഇനി എന്നെക്കൊണ്ട് പറ്റിയാൽ ഈ പണി. അവസാനം ഞാൻ ശരിക്കും ചട്ടനായി. നടുവും നിവർത്താൻ മേല, കാലം നിവർത്താൻ മേല. ഞാൻ ഇനി വല്ല ലോട്ടറി പിടിക്കാൻ പോവാ. അതതിലും മെച്ചം. നിങ്ങൾ എന്നാന്ന് വെച്ചാൽ കാണിച്ചു. ഇവരെവിടെ പോയാലും ഇത് തന്നെ. ആശാൻ ഒരു നയാ പൈസ ഇവൻ കൊണ്ട് തന്നിട്ടുണ്ടോ? ആശാൻ എന്നെ കാണുമ്പോ ഇവിടെ തപ്പ് അവിടെ തപ്പ് എന്നെ പരിപാടി. ഇതെന്നെ പോലും. നിങ്ങളിത് കണ്ടോ? ജയിലിലിപ്പോൾ ദിവസം 650 രൂപ കൂലിയാക്കി. ആശാനെ ഈ പണിയിൽ എത്ര മെച്ചമാണ് നമുക്ക് ജയിലിൽ പോണത്. ശരി ആശാനെ, ഇതിൽ പേര് നമുക്ക് ജയിലിൽ പോയി കിടക്കാൻ നല്ലത്. അങ്ങനെ ആരെങ്കിലും ചുമ്മാ ജയിലിൽ കൊണ്ടുവിടുവോ? അതിൽ എൻ്റെ ഒരു വഴിയുണ്ട്. ആശാൻ എൻ്റെ കൂടെ നിന്നാ മതി. ആശാനെ അതിൽ നമുക്കൊരാൾ തട്ടിയാൽ പോരെ? അതേന്നേ, 12 വർഷം സുഭിക്ഷമായിട്ട് കിടക്കാം. പണ്ടത്തെ പോലെ തൂകേറൊന്നും ഇല്ലാന്നേ. മെയ് മെനക്ക് നമുക്ക് സുഖമായി പുറത്തിറങ്ങിപ്പോരാ. ആശാനെ ശരീരവും നന്നാക്കാം, പോരുമ്പോൾ കൈ നിറയെ കാശും കിട്ടും. പോരെ? ശരിയാടാ, ഇത്രയും നാൾ ഇതുകൊണ്ട് നടന്നിട്ട് ഒരു പ്രയോജനവും ഇല്ല. നമുക്ക് അങ്ങനെയല്ല നോക്കാം. നീയൊക്കെ എന്നെക്കുറിച്ച് എന്നെ വിചാരിച്ചില്ല.
ഇവന്മാരെ ഞാനൊന്ന് ഒറ്റയ്ക്ക് പൊക്കിയിരിക്കും. നീയൊക്കെ അവിടെ റെഡിയായി നിന്നു. നിങ്ങൾ എന്നെ പഠിപ്പിക്കാൻ വരണ്ട. നിങ്ങൾ ജീപ്പിൻ്റെ അടുത്ത് റെഡിയായി നിന്നു. ഞാൻ ഒറ്റയ്ക്ക് അവന്മാരെ പോകും. എന്നിട്ട് വേണം എൻ്റെ പ്രൊമോഷൻ്റെ കാര്യം. വെച്ചോ 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 വെച്ചോ. ഇവിടെ ഒരു സൗണ്ട് കേൾക്കട്ടെ. ഇവന്മാരെ തൊട്ടടുത്തിനുണ്ട്. ഇതിൻ്റെ പുറകെ കാണും അവന്മാർ. ഇന്ന് അവന്മാരെ കൊണ്ട് ഞാൻ പോളും. ഇവിടെ കള്ളന്മാരെ നിങ്ങൾ ഇവിടെ ഉണ്ടെന്ന് എനിക്കറിയടാ. എൻ്റെ അമ്മേ, ഇതിനകത്തൊന്ന് കയറണമെങ്കിൽ വൃത്തികെട്ടന്മാർ ഇവിടെ ഇല്ലല്ലോ. ഇവിടെ ഇല്ല. ഇനി എവിടെ പോയി തപ്പും? എന്നാലും കിട്ടും. ഈ കോപ്പിലെ വള്ളി ഇനി പാടത്തിൻ്റെ അക്കരെ നോക്കാം. അയ്യോ ഇത് കൊടി തട്ടി ആശാനെ തട്ടാ തട്ടിയത്. രാജേശൻ പണിയങ്ങ് നടക്കും. അപ്പം നിങ്ങൾ പറഞ്ഞ പോലെ പണി പറ്റിച്ചോ? ഓ ആശാനെ ആശാനെ നമ്മൾ തീരുമാനിച്ചല്ലേ പിരിഞ്ഞത്. പറഞ്ഞ പോലെ പണിയാൻ കൊടുത്തു. ആ നമ്മുടെ ഇവിടെ പോലീസ് ഉണ്ടോ? പോലീസ് വന്നാലും നമ്മളോടില്ല. നമ്മളോടില്ല ആശാൻ. നിങ്ങൾ പൊക്കോ, നീ പൊക്കോ. അപ്പൊ ആശാൻ നിങ്ങളല്ലേ കുത്തിയത്. അതിന്റെ മുണ്ടടിച്ചു ആശാനെ കച്ചന്ന് പിടിച്ച്. ഇപ്പൊ ആശാനെ കുത്തിയത്. ആശാനെ ഒന്നാൻ മതി. നിങ്ങൾ എന്നെയും പെടുത്തി ഇല്ലേ? നമുക്ക് ഒരുമിച്ച് ഞങ്ങൾ പോയി കിടക്കാം ആശാനെ. പോലീസ് പോരും. പോലീസ് വന്നാലും നമ്മളോടില്ല. ആഹാ, ഈ ഗുദാമിനാലേ അവരുടെ സങ്കേതം. ഇപ്പം ശരിത്തില്ല. ഈടോ, നിന്നെയൊക്കെ ഞാനൊന്ന് ഒറ്റയ്ക്ക് പോകൂടാ. അവിടെ വില്ലന്മാരെ ഇപ്പൊ ശരിയാക്കി തരാം നിന്നൊക്കെ. ഞാൻ ഇത്ര അടുത്ത് വന്നിട്ട് ഓടണില്ല ഉമ്മാര്. ഇവിടെ ഓടരുത്. പേടിച്ചു പോയാർന്നു. ചേടാ, നിങ്ങളെല്ലാടെ ഓടാത്ത? സാറ് ഒറ്റയ്ക്കേ ഉള്ളോ? ഞങ്ങൾ 3 പേരുണ്ടല്ലോ. ഇവിടെ SI മോഹനെ കണ്ടിട്ട് നീയൊക്കെ എന്നടാ മുക്കാക്ക. അവിടുന്ന് വന്നു പോയി നീയൊക്കെ കാണല്ലേ. എന്നിട്ട് നീയൊന്നും ഓടേണ്ടിയില്ല. അപ്പൊ എന്റെ പ്രൊമോഷന്റെ കാര്യം നോക്കി. വട ഞങ്ങൾ വരാ സാറേ. ഇതാ തേണ്ടി അല്ല തോണ്ടി. സാറിന്റെ പ്രൊമോഷൻ ഓക്കെ അല്ലേ സാറ്? ഞങ്ങൾക്ക് സുഖവാസമല്ലേ സാറേ? അതെന്നടാ നിങ്ങൾ അങ്ങനെ പറയണേ. ഒരാളെ കൊന്നിട്ട് വന്നിട്ട് ഒരു പേടിയില്ലല്ലേ. അപ്പൊ എനിക്കൊരു പണിയില്ലാണ്ട് നിങ്ങൾ അറസ്റ്റ് ചെയ്യാം. വാടാ സാറേ. സാറേ, സാറിപ്പോൾ പേപ്പറൊന്നും വായിക്കാറില്ലേ സാറേ? ജയിലിലിപ്പോൾ 650 രൂപ ഡെയിലി കൂലിയാക്കി. സാറെന്താ മോഡലാ സാറേ? ഓട്ടയ്ക്കാക്കി വന്നാൽ ഞങ്ങളെ പിടിച്ചോണ്ട് വന്നല്ലോ. വല്ല വിചാരം ഉണ്ടോ? സാറേ, ഞങ്ങൾ ഒരുത്തിയെ കൊന്നത് ജയിലിൽ പോകാൻ വേണ്ടി തന്നെ. ഈ സാറ് എടാ കൂട്ടങ്ങളെ, അതൊക്കെ പണ്ട്.
സർക്കാർ മാറുകാര്യം അറിഞ്ഞില്ലടാ, നിയമം പിന്നെയും മാറി. അതുകൊണ്ട് പണ്ടത്തെ പോലെ കഞ്ഞി പയറും ഗോതമ്പൂട്ടിയും അങ്ങനെ ചതിച്ചല്ലോടാ. ആശാനെ സർക്കാർ ചതിച്ചതാ ആശാനെ. ഇനി ഒറ്റ മാർഗമുള്ളൂ, ഓടിക്കോടാ. ഓടിക്കോ ആശാനെ. എടാ നിക്കടാ അവിടെ. എന്റെ ദൈവമേ, എന്റെ പ്രമോഷൻ സസ്പെൻഷനിലായില്ലോ ദൈവമേ.